അമ്മായി മരുമകൾ പ്രശ്നമില്ലാതിരിക്കൂല. അമ്മായി മരുമകളും പ്രശ്നം ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു നല്ല ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. അമ്മായിയും മരുമകളും തമ്മിൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലുള്ള അവസ്ഥ എന്താ? ഇല്ലേ, ഈ പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ വാല് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ പോടി കമന്റ് ബോക്സ് ഒന്ന് വായിക്കൂ. ഉപ്പമാരെ, ചെറുപ്പക്കാരെ വായിക്കൂ. ആ കമന്റ് ബോക്സിൽ ഒരുപാട് സ്ത്രീകളുടെ കമന്റുകൾ കാണാം. എന്താണ് ആ കമന്റുകളിൽ ഉള്ളതെന്നറിയൂ? ഉസ്താദേ, ഭർത്താവിന്റെ വീട്ടിൽ കഴിയുകയാണ്, സമാധാനമില്ല, സമാധാനമില്ല. ഭർത്താവ് കുഴപ്പക്കാരനല്ല, എനിക്ക് കിട്ടിയ എന്റെ ഭർത്താവുണ്ടല്ലോ ഉസ്താദ്, ആ ഭർത്താവ് നല്ല പൊന്നുപോലെയുള്ള ഭർത്താവാണ്. എന്റെ ഭർത്താവ് പൊന്നുപോലെയുള്ള ഭർത്താവാണ്. അതേ സമയത്ത് ഭർത്താവിന്റെ ഉമ്മ ശരിയില്ല. എപ്പ നോക്കിയാലും അമ്മായിമ്മയുടെ ശല്യമാ. ഇന്നാ ലില്ലാഹ്. ചോദിക്കട്ടെ എന്റെ വാദ കേൾക്കുന്ന ഉമ്മമാരോട്, എന്നാണ് ഉമ്മ നിങ്ങൾ അമ്മായി പോര് നിർത്തുന്നത്? അമ്മായിയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിർത്തുന്നത് എപ്പോഴാ ഉമ്മ? ഇനിയും നിങ്ങൾക്ക് നേരം വെളുത്തില്ലയോ? കൊറോണ വന്ന് പിടിച്ചു കുലുക്കിയില്ലയോ? ഇതുപോലെയുള്ള ഒരു സദസ്സ് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് എത്ര കാലമായി? മഞ്ഞനാടിക്കാര് മാത്രമല്ലല്ലോ, ഇതുപോലെയുള്ളൊരു സദസ്സ് കാണണമെന്ന് കൊതിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എന്നിട്ടും നമ്മൾ പാഠം പഠിച്ചില്ലല്ലോ. ഇപ്പൊ വരികയാണല്ലോ ഒമിക്രോൺ എന്ന പേരില് പുതിയ വൈറസ് വരികയാണ്. നമ്മൾ ഇനി പാഠം പഠിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാണ് ഉമ്മമാരെ നമ്മൾ പാഠം പഠിക്കുന്നത്? ഇനിയും നിങ്ങളെ വീടുകളിലുള്ള കുഴപ്പങ്ങൾ നിർത്താനായില്ലയോ? കാഞ്ചില് വിടില്ല, ഓല് കൂഞ്ചില് വിടില്ല. അങ്ങനെ പറയാ. അയിമ കാഞ്ചില് വിടില്ല, ഓല് കൂഞ്ചില് വിടില്ല. അയിമോ എന്ന് പറഞ്ഞാലാ? അയിമോ എന്ന് പറഞ്ഞാൽ അമ്മായിമാനെ കുറിച്ച് പറയാ. അയിമ കാഞ്ചില് വിടില്ല, ഓല് കൂഞ്ചില് വിടില്ല. അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോ അമ്മായിമ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ മരുമകളൊന്ന് ശാന്തമായിരിക്കും, അതിന് കൂലി കിട്ടും. ആ നിങ്ങൾക്ക് ചൊല്ലൊക്കെ വലിയ തീറു അങ്ങനെ പറയണ്ടാവും. ഇപ്പൊ അവിടെ ഏത് ഭാഗത്ത് അവരിക്കണേ? ഈ പെണ്ണ് വർഗക്കാർ ഏത് ഭാഗത്തായിരിക്കണേ? അങ്ങോട്ടാ? ആ, കല്ല് വന്നാൽ ആദ്യം നിങ്ങളെ മെത്തിക്കാ കൊള്ളാം. കാരണം ഇങ്ങോട്ട് വരാൻ കുറച്ച് പ്രയാസമുണ്ട്. ഇല്ല, കല്ലൊന്നും വരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ചിലപ്പോ ഈ മരുമക്കളൊക്കെ പറയും, ഉസ്താദെ നിങ്ങൾക്ക് ചൊല്ലു സുലാബ, ഉസ്താദെ നിങ്ങൾക്ക് ചൊല്ലോ സുലാബ. നാളെ നിങ്ങളെ മോള് മങ്ങിലായിട്ട് പോകുമ്പോ പടച്ചറബേ അത് കേൾക്കുമ്പോ പേടിയാവോ? അല്ലാഹുവേ ഞങ്ങളെ മക്കളൊക്കെ നീ സാലിഹീങ്ങളാക്കി തരണേ റഹ്മാൻ. നാളെ നിങ്ങളെ പെൺമക്ക മങ്ങിലായിട്ട് പോകുമ്പോ ഉസ്താദ് നിങ്ങൾക്ക് അതൊരു വിഷയം അവിടെ ഇല്ലേ? അപ്പൊ ഇവരിങ്ങനെ പറയാ. എന്നാലും ഞാൻ പറയാ, സഹിക്കാൻ പറ്റുന്ന മാക്സിമം സഹിച്ചോളൂ, പ്രതിഫലം അള്ളാന്റെ ഭാഗത്തുനിന്ന് കിട്ടും. അതിന്റെ കൂടെ ദ്വാർക്ക് അമ്മായിമാന്റെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി ദ്വാർക്ക്. അമ്മായി കേൾക്കണ വിധത്തിൽ ദ്വാർക്കണ്ട, അത് ചിലപ്പോ പ്രശ്നം കൂടും. അമ്മായി കേൾക്കാതെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഒറ്റക്ക് മെല്ലെ നീയും റബ്ബും മാത്രം കേൾക്കുന്ന രൂപത്തിൽ ഒന്ന് ദ്വാ ചെയ്യ്. അമ്മായിന്റെ സ്വഭാവം ഇങ്ങനെ മാറി 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 വരും. അങ്ങനെയാണ് അമ്മായി മരുമകൾ തമ്മിലുള്ള പ്രശ്നം. ഇതിനൊക്കെ മിക്ക കാരണം എന്താണെന്നറിയോ? ഈ കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികളുണ്ടോ, അവരെന്തിനാ ഇടക്കിടക്ക് വന്നിട്ട് അവരെ വീട്ടിൽ തന്നെ കഴിയണം? കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൂടുതലും സമയം ചെലവഴിക്കണ വീട് അവരെ ഭർത്താവിന്റെ വീടാ. ഇല്ല, ഈ സ്ത്രീകളോട് ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ അല്ലേ, ഇപ്പൊ ഈ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അയച്ച് എങ്ങോട്ടയച്ച്? എവിടത്തേക്ക്? കളശയിലേക്കോ? ദമ്മയതക്കായ വേണ്ട, എവിടേക്കെങ്കിലും ഒരിടത്തേക്ക് അയച്ചു. എന്നാ ഈ അയച്ച സമയത്ത് ഈ പെണ്ണിനോട് പറയട്ടെ, മഞ്ഞനാടിയിൽ എന്റെ സദസ്സിൽ നിന്ന് ഈ സംസാരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ എന്റെ സഹോദരിമാരോട് ഞാൻ പറയാ, നിങ്ങൾ നല്ല ഡിമാൻഡുള്ള പെൺകുട്ടികളാണ്. കല്യാണം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ഡിമാൻഡ് വേണം. ആ ഡിമാൻഡ് എപ്പോഴാണ് ഉണ്ടാവുന്നറിയോ? നിങ്ങൾ കൂടുതലും നിങ്ങളെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കഴിയാൻ നോക്കണം. ഇടക്കിടക്ക് നിങ്ങളെ വീട്ടിൽ വരണം, ഉമ്മാനെ കാണാൻ വരണം, ബാപ്പാനെ കാണാൻ വരണം. അതൊക്കെ മാന്യതയാ. അതിന് നിങ്ങൾ കൊണ്ടുപോകണം അവരെ.
ചില കുഴപ്പക്കാരുണ്ട്, കുജുമ്പക്കാരെന്ന് അവരെ കുറിച്ച് പറയലെന്നെ. എന്താ കുഴപ്പക്കാരെന്ന് പറഞ്ഞാല് സ്വന്തം ഭാര്യനെ അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ ഇവൻ സമ്മതിക്കില്ല. നീ പോവണ്ടാണ്ട് അങ്ങനെ പറയാൻ പാടില്ല. അവളെ വീട്ടിലേക്ക് അവള് പോയില്ലെങ്കിൽ പിന്നെ ആരെ വീട്ടിലേക്കാ പോവാ? ആരാന്റെ വീട്ടിലേക്കാ പോവാ? നമ്മളങ്ങനെ ആകാൻ പാടില്ല. അപ്പോ കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ കൂടുതലും ഭർത്താവിന്റെ വീട്ടിലാണ് അവൾക്ക് മഹത്വം. അവളെ വീട് ഭർത്താവിന്റെ വീടാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഒരു നല്ല പിടക്കല്ല ഉണ്ടെങ്കിൽ അവളെ വീട്ടിലേക്ക് വരാം. ഇത് ചില സ്ത്രീകളുണ്ട് ഇവിടെ മഞ്ഞനാടിലൊന്നും അത്തരത്തിലുള്ള ഉമ്മമാരൊന്നും ഇല്ലട്ടോ. കാരണം ഇവരൊക്കെ നല്ല ഉമ്മമാര്, സഹോദരിമാരാ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ചിരിച്ചാൽ പിന്നെ എനിക്ക് സംശയം തോന്നുന്നു. ചിരിക്കാൻ പാടില്ല. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അതേ സമയം ചില നാട്ടില് കല്യാണം കഴിഞ്ഞ് പോയാലും അവളെ വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടിൽ തന്നെ വന്നിട്ട് കുറെ കാലം ഇരിക്കും. എന്നിട്ട് ആരെയാ ഇടങ്ങേറാക്കണമെന്നറിയോ? ജ്യേഷ്ഠന്റെ ഭാര്യനെയും ഉമ്മാനെയും തമ്മിൽ തെറ്റിപ്പിക്കുക. സുബ്ഹാനല്ലാഹ്, പാടില്ല. നീ ഒരു കാര്യം ചെയ്യണം. നാളെ നീ ഒരു കാര്യം ഓർക്കണം. നാളെ നിന്റെ മകൾക്ക് കല്യാണം നടക്കാനുണ്ട്. പെണ്ണേ, നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ മനസ്സ്, ആ ജ്യേഷ്ഠന്റെ വീട്ടിൽ നീ വന്നിട്ട് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ മനസ്സ് നീ വേദനിപ്പിച്ചാൽ ഒരു കാര്യം പറയട്ടെ, അതിനൊരു റിയാക്ഷൻ ഉണ്ട്, അതിനൊരു തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടി എപ്പോഴാണെന്നറിയോ? ചിലപ്പോ നിന്റെ ജീവിതത്തിൽ അത് കാണണമെന്നില്ല. നിന്റെ മകളെ കല്യാണം കഴിഞ്ഞാൽ റബ്ബാ തിരിച്ചടി കൊടുക്കും കേട്ടോ. നിന്റെ ചേട്ടന്റെ ഭാര്യയുടെ മനസ്സ് നീ വേദനിപ്പിച്ചില്ലയോ? ആ ചേട്ടന്റെ ഭാര്യയുടെ മനസ്സ് വേദനിപ്പിച്ചപ്പോ അതിനുള്ള തിരിച്ചടി റബ്ബ് നിനക്ക് തരുന്നത് നിന്റെ മക്കളിലൂടെയാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ചിലപ്പോ നിന്റെ ചേട്ടന്റെ ഭാര്യയുടെ സ്വഭാവം ഒരൽപ്പം മോശമാണെങ്കിൽ, മൂത്തോന്റെ പെഞ്ഞയുടെ സ്വഭാവത്തിൽ സമയമില്ല, തെല്ല് വാരക്കോര. അതിപ്പോ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. അവർ അങ്ങനല്ലേ? അങ്ങനെ വാരിയെല്ലിൽ നിന്ന് ഊരിയെടുത്തിട്ടാണ് അവരെ പടച്ചത് തന്നെ. ഈ വാരിയെല്ല് എന്ന് പറഞ്ഞാൽ കുറച്ച് വളഞ്ഞിട്ടാ, വെണ്ടാണ്. പിന്നെ അത് ഊരിയെടുക്കുമ്പോ പിന്നെ കേൾക്കാൻ വേണ്ട. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പാവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. അവർ പാവങ്ങളാ. സത്യം പറഞ്ഞാൽ അവരൊരു പാവങ്ങളാ. അല്ലേ? നിങ്ങളൊന്ന് ചീത്ത പറയും, നിങ്ങളെ തിരിച്ചും കൂടെ അവർ ചീത്ത പറയോ? പാവം ഓരിങ്ങനെ കരയും. പിന്നെ അതിന് മാത്രം ജഗല് പെണ്ണുങ്ങന്മാരാവണം. ജഗല് പെണ്ണുങ്ങന്മാരെന്ന് പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങന്മാരുണ്ട്, ഒരാണായി വരേണ്ടവരായിരുന്നു, തെറ്റിയിട്ട് അവസാനം പെണ്ണായി വന്നതാ. അങ്ങനെ ചില ആളുകളുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ ചീത്ത പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസ്, കുറച്ച് കിലോമീറ്റർ ദൂരെ നിന്നിട്ടേ ചീത്ത പറയാവൂ. വേണമെങ്കിൽ മൈക്ക് പിടിച്ചിട്ട് പറഞ്ഞാലും മതി. എന്തേ കാരണം? അല്ലെങ്കിൽ പാരഡിക്കങ്ങ് കിട്ടും. എന്നിട്ട് ഉറക്കം പോയി നോക്കുമ്പോണ്ട് ഓന്റെ മൂക്കിൽ ഇങ്ങനെ ഒരു ബാൻഡേജ്. വാലിന് പോയതാ, വാല് ബുക്കാക്കിയ മനുഷ്യനായവൻ. വാലിന് എത്തുന്നത് വരെ ഭയങ്കര ആവേശം. എത്തിയാറാ. വാലിനെത്തിയ ഇവനെ കാണുന്നില്ല. ഇവൻ ദൂരെ ലാസ്റ്റ് കസേരയിൽ പോയി ഇരുന്നിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വാലും കഴിഞ്ഞിട്ട് കാറിൽ കയറുമ്പോഴാണ് കാറിന്റെ അടുത്തേക്ക് മെല്ലെ വരുന്ന മുസാഫത്താക്കാൻ ഇവൻ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? മൂക്കിലൂടെ ബാൻഡേജ് ഉണ്ടല്ലോ. അത് ഉസ്താദെ, അത് എന്തോ ഒരു പാറ്റ, അവിടെ എന്തോ പാറ്റ അവിടെ വന്നിരുന്ന ബാൻഡേജ് ഇടോ? ഇത് പാറ്റ അല്ല, ഇത് അയ്മന്റെ പൊളി കിട്ടിയത്. പക്ഷെ അത് പറയാൻ പറ്റുമോ? നാണക്കേട്. ഭാര്യ അടിച്ച് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരോട് പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാന ജല്ല ജലാലു, ഒരു പക്ഷേ ജ്യേഷ്ഠന്റെ ഭാര്യയുടെ സ്വഭാവം ഒരല്പം മോശം ഉണ്ടെങ്കിലും ഈ ജ്യേഷ്ഠന്റെ പെങ്ങളോട് ഞാൻ പറയട്ടെ, ചില പെങ്ങന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്. ജ്യേഷ്ഠനെ ഈ കത്തുന്ന തീക്ക് എന്താ ഒഴിക്കേണ്ടേ? ഒരു തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കാന്ന് കരുതാ. ഈ കത്തുന്ന തീക്ക് എന്താ ഒഴിക്കേണ്ടെന്നറിയ? ചിമ്നന്നെ പച്ച വെള്ളം ഒഴിക്കണം. അല്ലേ? വെള്ളം ഒഴിച്ചാൽ ഇതങ്ങ് കെട്ടുപോകും. ആ വെണ്ണൂർ ഒഴിച്ചാൽ കെട്ടുപോവാ. വെണ്ണൂർ ഒഴിച്ചാൽ കെട്ടുപോകും. അതെ, ഞങ്ങൾക്കറിയില്ല. എന്താ പറഞ്ഞ? പെട്രോൾ. സുബ്ഹാന ജലാലു. ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വെള്ളം ഒഴിച്ചു കൊടുത്താൽ തീയങ്ങ് കെട്ടുപോകും. മൂപ്പർ പറഞ്ഞ പോലെ പെട്രോൾ ഒഴിച്ചു കൊടുത്താലോ
കത്തി ഭസ്മായി പോവും. എന്നതുപോലെ വീട്ടിൽ ഈ കല്യാണം കഴിഞ്ഞ് പോയ ചില പെൺകുട്ടികള് അവളെ സ്വന്തം ഭർത്താവിന്റെ വീട്ടിലിരിക്കാതെ അവളെ വീട്ടിൽ വന്നിട്ട് അവൾ എന്ത് ചെയ്യും? ഇങ്ങനെ പെട്രോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും, കത്തുന്ന തീക്ക്. വീട്ടിൽ അമ്മായി മരുമകൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇല്ലാതിരിക്കൂലാന്ന്. അമ്മായി മരുമകൾ പ്രശ്നം ഇല്ലാതിരിക്കൂല. അമ്മായി മരുമകളും പ്രശ്നം ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു നല്ല ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. മഞ്ഞനാടിയിലെ ഉമ്മ പെങ്ങന്മാർ കേൾക്കാൻ വേണ്ടി പറയാം. ഉസ്താദെ, എന്റെ വീട്ടിൽ അമ്മായി മരുമകളും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ഞാനും എന്റെ അമ്മായിയും എപ്പോഴും ഹാപ്പിയിൽ വേണം എന്ന് നീയത്തോടുകൂടെ ഇരിക്കുന്ന ഉമ്മ പെങ്ങന്മാരുടെ സദസ്സിലുണ്ടെങ്കിൽ ഒരു നല്ല മരുന്ന് പറഞ്ഞുതരാം. അപ്പൊ അവരെക്കാളും വലിയ സന്തോഷം ഇവർക്ക്. കണ്ട മുഖത്തൊരു ഹാപ്പി കണ്ടില്ലേ? എന്തേ കാരണം? പ്രശ്നം അവർക്ക് തമ്മിലാണെങ്കിൽ ടെൻഷന് ഞങ്ങൾക്ക് ഉസ്താദേ അല്ലേ? എന്താ കാരണം? ജോലിയും ചെയ്ത് കച്ചവടം ചെയ്ത് വീട്ടിലങ്ങ് കയറി ചെല്ലുന്ന സമയത്തുണ്ട് അല്ലാഹു റബ്ബി ഇവർ തമ്മിൽ വലിയ പ്രശ്ന. അപ്പൊ ടെൻഷൻ ആരാ? ടെൻഷൻ എനിക്കാണ്. ഞാനാണെങ്കിലും ഇന്ന് തീരെ കച്ചവടം നടന്നിട്ടില്ല എന്ന ടെൻഷനല്ല വീട്ടിൽ കയറുന്നത്. അപ്പൊ നോക്കും അതിനേക്കാൾ വലിയ ടെൻഷനാ വീട്ടിലെത്തിയ. അപ്പൊ ഈ ഒറ്റമൂലി ബേ ഒന്ന് പറഞ്ഞുതരൂ ഉസ്താദേ. അതിന് ഏറ്റവും നല്ല പരിഹാര മാർഗം അമ്മായിയുടെയും മരുമകളുടെയും ഖൽബ് ഒന്നിക്കണേ. അതിന് നമ്മുടെ വീടുകളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ നടക്കേണ്ടുന്ന കാര്യം നടക്കുന്നില്ലല്ലോ. ഈ ബാലിന്റെ സദസ്സിൽ ഞാൻ ആ ഒറ്റമൂലി പറഞ്ഞു തരാ. ഉമ്മ ഒന്ന് കേട്ടോളൂ. മരുമക്കളുടെ സ്വഭാവം നന്നാകണോ? പെങ്ങളെ കേട്ടോളൂ. ഭർത്താവിന്റെ ഉമ്മാക്ക് നിന്നോട് സ്നേഹം തോന്നണോ? നീ അമ്മായിയും മരുമകളുമല്ല. നിങ്ങൾ അമ്മായിയും മരുമകളല്ലോ, നിങ്ങൾ ഉമ്മയും മകളുമാ. ഉമ്മയും മോളാ. ആ നല്ല ഉമ്മയും മകളും എന്ന സ്നേഹബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണോ? അതിനൊരു പോംവഴി പറഞ്ഞു തരട്ടെയോ? നിങ്ങളെ ജീവിതത്തിൽ ഒരു സുന്നത്ത് കൊണ്ടുവന്നോ? നിങ്ങളെ ജീവിതത്തിൽ കൈവിട്ടുപോയ ഒരു ഐച്ഛിക സൽക്കർമ്മമുണ്ടേ ഉമ്മ? ഒരു സുന്നത്തായ കാര്യമുണ്ടേ ഉമ്മ? ആ സുന്നത്തായ കാര്യം ജീവിതത്തിൽ പകർത്താൻ നോക്കിക്കോ. ഏതാണ് ആ സുന്നത്തായ കാര്യമെന്നറിയോ? മഞ്ഞനാടി പള്ളി മിനാറയുണ്ടല്ലോ. ആ മിനാരയിലൂടെ പുറത്തേക്ക് പരിസരങ്ങളെ മുഴുവനും പ്രകമ്പനം കൊള്ളിക്കുമാർ ഉച്ചത്തിൽ ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാഹ്. നിസ്കാരത്തിലേക്ക് വായോ ചെറുപ്പക്കാരാ, വിജയത്തിലേക്ക് വന്നോ ചെറുപ്പക്കാരാ. മഞ്ഞനാടി പള്ളി മിനാരയിൽ നിന്ന് പുറത്തേക്ക് മന്ത്രധ്വനികൾ അലയടിക്കുമ്പോ ചെറുപ്പക്കാരാകുന്ന ചെറുപ്പക്കാര് പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോ പറയട്ടെ ഉമ്മ പെങ്ങന്മാരോട്, നിങ്ങൾ പള്ളിയിലേക്ക് വരേണ്ടവരല്ല. ഇന്ന് ഞാനതാ ഒരു പ്രസ്താവന കണ്ടു. ഒരാള് പ്രസ്താവിക്കുകയാണ്, മുസ്ലിം സ്ത്രീകൾ പള്ളികളിൽ വന്ന് നിസ്കരിക്കണോ, ആരാധനാലയങ്ങളിൽ കയറി വരണോ? ഇവിടെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പറയാ രാഷ്ട്രീയക്കാർക്ക് അധികാരമില്ല. ഇസ്ലാമിന്റെ നിയമം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. സാധാരണക്കാർക്ക് ഇസ്ലാമിന്റെ നിയമം പറയാനുള്ള കേൾപ്പില്ല. എന്തുകൊണ്ടെന്നറിയോ? സാധാരണക്കാരോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല, രാഷ്ട്രീയക്കാരോട് ബഹുമാനമില്ലാഞ്ഞിട്ടല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയക്കാരോട് എന്നേക്കും ബഹുമാനമാണ്. അതേ സമയത്ത് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ മതപണ്ഡിതന്മാര് ഇസ്ലാമിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തില് പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും നടത്തിയാൽ ഇവിടെയുള്ള ആലിമീങ്ങൾക്ക് മൗനം വീക്ഷിക്കാൻ കഴിയില്ല. കാരണം ആലിമീങ്ങൾ ഇൽമുള്ളവരാ. ഒരു പെണ്ണ് ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരണോ വേണ്ടി, അത് ഇസ്ലാം പഠിപ്പിച്ചതാണ്. ലോകത്ത് ഏറ്റവും വലിയ പണ്ഡിതരാരാണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ഹബീബായ തങ്ങളെ പ്രഖ്യാപിച്ചതാണല്ലോ, വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന.
സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായത് അവരുടെ വീടുകളാണ് കേട്ടോ. ഖൈറു മസാജിദിൻ നിസായി ഖൈറു ബുയൂതിഹിന്ന. സ്ത്രീകൾക്ക് സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളെ കൂട്ടത്തില് ഏറ്റവും ഉത്തമമായ സ്ഥലം ഏതാണെന്നറിയോ? അവരുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിരിക്കെ ഇനി ഒരു ഇടപെടലുകൾക്ക് പ്രസക്തിയില്ല. അതേസമയം സ്ത്രീകൾ അവരെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുമ്പോ പുരുഷന്മാര് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നത് പോലെ നിങ്ങളെ വീടുകളിൽ നിങ്ങൾക്ക് ജമാഅത്തായി നിസ്കരിച്ചുകൂടെ ഉമ്മ? നിസ്കരിച്ചുകൂടെ സഹോദരി? അമ്മായിയും മരുമകളും നല്ല ഐക്യത്തിൽ വേണോ? തുടങ്ങിക്കോ. ഇന്ന് ഇശാ നിസ്കരിച്ച് വന്നവരാണ് നിങ്ങളെങ്കിൽ നാളത്തെ ഫജ്ർ നിസ്കാരം മുതൽ തുടങ്ങിക്കോ. അമ്മായി വേറെ നിസ്കരിക്കുന്നു, മരുമകൾ വേറെ നിസ്കരിക്കുന്നു. അങ്ങനെയുള്ളൊരു സ്വഭാവം മാറ്റിയെടുത്തിട്ട് നിങ്ങളെ വീട്ടിലെ സ്ത്രീകൾ ഒരു ജമാഅത്തായി നിസ്കരിക്കട്ടെ. പുരുഷന്മാരെ, നിങ്ങൾ പോയിട്ട് നിങ്ങളെ ഭാര്യമാരോട് ഇത് പറയണോ? നിങ്ങളെ ഉമ്മമാരോട് നിങ്ങൾ ഇത് പറയണോ? അവരെ വെവ്വേറെ റൂമുകളിൽ നിസ്കരിക്കുന്നതിലേറെ ഒരു റൂമിൽ വെച്ച് അവരെ നിസ്കരിച്ചോട്ടെ. മരുമകൾ ഇമാമത്ത് നിന്നോട്ടെ, അമ്മായിമ്മ മഅ്മൂമ നിന്നോട്ടെ. ഇതുപോലെ അമ്മായിമ്മ ഇമാമത്ത് നിന്നോട്ടെ, മരുമകൾ മഅ്മൂമായി നിന്നോട്ടെ. ആ രൂപത്തിൽ സ്ത്രീകൾക്കും ജമാഅത്തായി നിസ്കരിക്കുന്നത് പുണ്യമുള്ള കാര്യമാണല്ലോ. എന്തേ ഒന്ന് തുടങ്ങിക്കൂടെയോ? എനിക്കറിയാം ഈ ബാല കേൾക്കുന്ന ഉമ്മമാരെ കൂട്ടത്തില് പല ഉമ്മമാരും അത് ചെയ്യില്ല എന്നെനിക്കറിയാം. പക്ഷേ എന്നിട്ടും ഞാൻ ഈ വച്ചത്തിൽ പറയാനുള്ള കാരണം എന്തറിയോ? ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു അമ്മായിമ്മ അത് ചെയ്താൽ, ഈ സദസ്സിൽ ഏതെങ്കിലും ഒരു മരുമകൾ അത് ചെയ്താൽ, നാളെ ഫജ്ർ നിസ്കാരത്തോടുകൂടെ അവരെ വീട്ടിൽ അമ്മായിമ്മയും മരുമകളും സുബ്ഹി ജമാഅത്തിലൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ തുടങ്ങിയ ഈ പാവപ്പെട്ട നൗഫൽ രക്ഷപ്പെട്ടല്ലോ. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. ഈ ബാധ സംഘടിപ്പിച്ച ജമാഅത്ത് കമ്മിറ്റി ഇല്ലേ, ഉറൂസ് കമ്മിറ്റി ഇല്ലയോ? രക്ഷപ്പെട്ടല്ലോ. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്ക്. അതിന് സമയമില്ല. ഇവർ രണ്ടാളും ഒന്നിക്കും. എപ്പോ കൽത്തപ്പുണ്ടാക്കും. അങ്ങനെയുണ്ട്. ഇവര് അടുക്കളയിൽ കിച്ചൺ റൂമിൽ ഒന്നിക്കും. അങ്ങനെ ഒന്നിച്ചാ പോരാ, കിച്ചൺ റൂമിൽ ഒന്നിക്കണം. ഒന്നിച്ചിട്ട് ചെയ്യുമ്പോഴേ അതെന്തുണ്ടാവും? ഭക്ഷണത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവും, എല്ലാത്തിനും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ അതിന് മാത്രം പോരാ. പിന്നെന്ത് വേണം? നിസ്കാരം ജമാഅത്തായി വീട്ടിൽ അമ്മായി മരുമകൾ ജമാഅത്തായി നിസ്കരിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. നിങ്ങൾ ആമീന്ന് പറഞ്ഞാ പോരാ, നാളെ പോയിട്ട് അവരോട് പറയണം. പറയൂലേ? നിങ്ങൾ പെട്രോൾ ഒഴിച്ചു കൊടുക്കണ പോലെ ഉണ്ടല്ലോ റബ്ബേ. സമാവണ്ടേ ഉസ്താദ്? ഇത് ജമാഅത്തല്ല, ജുമാമെ നിസ്കരിച്ചെങ്കിൽ സമാവിടെ പോലെ കാട്ടില്ല ഉസ്താദ്. ആര് പറഞ്ഞു? നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ശരിയാകും.